ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ്, നിങ്ങളെപ്പറ്റി ഇപ്പോൾ അവർ ചിന്തിക്കുന്ന എന്താണ്, അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത്, ഏത് അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഈ റീഡിംഗ് ജനറലാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ഒന്നും റെസൊണേറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അവരുടെ കറണ്ട് ഫീലിങ്സ് ഒന്ന് എടുത്താണ്. King of Pentacles, the Empress, Three of Swords, Four of Swords, Queen of Pentacles, the Emperor, Three of Wands, Nine of Cupsന്റെ എനർജിയാണ് ബോട്ടം വന്നിരിക്കുന്നത്. നമുക്കിവിടെ അവരുടെ കറണ്ട് എനർജി പറയുകയാണെങ്കിൽ, ഇപ്പോഴവർ എന്തവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ത്രീ ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ത്രീ ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ, അവർ നിങ്ങളുമായിട്ട് പാസ്റ്റിലുണ്ടായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഓർത്ത് ഇപ്പോഴും വിഷമിക്കുന്നുണ്ട്. ആ ദുഃഖം അവർക്ക് ഇപ്പോഴും താങ്ങാൻ പറ്റാത്തതായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയോ ദുഃഖകരമായ അവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൂടെ പറയാം. അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ചിലപ്പോൾ ഇവർ ഒരുപാട് സങ്കടം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ വിഷമം അനുഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ അവർ ഫോർ ഓഫ് സോഡിൻ്റെ എനർജി, ത്രീ ഓഫ് സോഡും ഉണ്ട്, ഫോർ ഓഫ് സോഡും വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവരിവിടെ എന്തോ ബ്ലാക്ക് മാജിക് എനർജി ഉള്ളതുപോലെ കാണുന്നുണ്ട്. അവരെന്തോ ചെയ്തിട്ടുണ്ടാവണം ഇവരെ അവിടെ തന്നെ സ്റ്റക്കാക്കി നിർത്താൻ വേണ്ടിയിട്ട്. കാരണം അവരുടേതായ ആ ഒരു പിടിയിൽ അകപ്പെട്ട് നിൽക്കണം. അതിനായിട്ട് അവരെന്തോ ബ്ലാക്ക് മാജിക് ചെയ്തതുപോലെയാണ് നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിവിടെ വല്ലാത്ത ഒരു ചിന്തയിലാണ് എന്ന് കാണുന്നുണ്ട്. ഓവറായിട്ട് അവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവർക്ക് ഇവിടെ നിങ്ങളോട് സ്നേഹമുണ്ട്. കണ്ടില്ലേ, ഇവിടെ ദൂരെ അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളോട് സ്നേഹമുണ്ട്. അപ്പോൾ വീണ്ടും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു, നിങ്ങളിലേക്ക് വരണം എന്നും ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അവർക്ക് ആകെപ്പാടെ സ്റ്റക്കാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ വെറുതെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ കൂടി തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആ റെസ്റ്റ് എടുക്കുന്ന അവസരത്തിൽ പോലും അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരണം എന്ന് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടേതായ സ്നേഹത്തെ പറ്റി ചിന്തിക്കുന്നുണ്ട്. മനസ്സിലായി? ഇവിടെ ഒരുപാട് ദുഃഖത്തിലാണ് അവർ കഴിഞ്ഞിരിക്കുന്നത്. നിങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ തന്നെ, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഇവിടെ നോ കോണ്ടാക്ട് അവസ്ഥയിലാണെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, അറിയാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നപ്പോൾ തന്നെയും അവർക്ക് നല്ല വിഷമം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല വിഷമത്തിലാണ്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അത് എന്തായാലും അവർക്ക് ഒരുപാട് മാനസിക ക്ലേശമാണ് വരുത്തി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അവർ ദൂരെ നിങ്ങളെപ്പറ്റി റെസ്റ്റ് എടുക്കുമ്പോൾ പോലും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അല്ലെങ്കിൽ അവർ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു തിങ്ക് ചെയ്യലിൽ നിങ്ങളെപ്പറ്റി അവർ സ്വപ്നം കാണുന്നുണ്ട്, നിങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? എന്നാൽ ചോദിക്കുക, എന്താണ് പെട്ടെന്ന് വരാത്തതെന്ന്. അപ്പോൾ അവരിവിടെ എന്തോ ഒരു തേർഡ് പാർട്ടിയുടേതായ ഒരു എനർജിയിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കണ്ടില്ല, ഇവിടെ ഫോർ ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഫോർ ഓഫ് സോഡ് അവർക്ക് നേരെ വന്നിരിക്കുകയാണ്.
അപ്പോൾ ഈ ഒരു സോഡ് അവർക്ക് നേരെ വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർ എന്തോ ബന്ധനത്തിലായിരിക്കുന്നു, എന്തോ ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി തേർഡ് പാർട്ടി അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി ഇവരെ ചിലപ്പോൾ പെടുത്തിയിട്ടുണ്ടാവാം, ചിലപ്പോൾ ഒന്ന് ബന്ധനത്തിലാക്കിയിട്ടുണ്ടാവാം, ഒന്ന് ട്രാക്കിൽ പെടുത്തിയിട്ടുണ്ടാവാം. അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇത് എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് ചിലപ്പോൾ കുട്ടികളെ പോലും കുടുംബം ആലോചിച്ചിട്ടുണ്ടാവാം, അപ്പോൾ കുട്ടികളെ പോലും ചിന്തിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെയാണ് വീണ്ടും അവർക്ക് അബദ്ധം പറ്റിപ്പോയത്. അബദ്ധം പറ്റിയെന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏതൊരു സാഹചര്യത്തിലും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു, നിങ്ങളുടെ ഓർമ്മകളിലാണ് ചില സമയങ്ങളിൽ എന്നും കാണുന്നുണ്ട്. എത്രമാത്രം വലിയ ട്രാപ്പിലാണെങ്കിൽ പോലും, ഏതോ തേർഡ് പാർട്ടി ഒരു ട്രാപ്പിൽ പെടുത്തിയിരിക്കുന്നു, ആ ഒരു ട്രാപ്പിലാണെങ്കിൽ പോലും തീർച്ചയായും നിങ്ങളെപ്പറ്റി ഇവിടെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവർക്ക് മുന്നോട്ട് തന്നെ വരണം. അവരിവിടെ കണ്ടില്ല, തേർഡ് പാർട്ടിക്കും നിങ്ങൾക്കും ഇടയിൽ അവർ വിഷമത്തിൽ ആണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവർ വിഷമം അനുഭവിക്കുന്നുണ്ട്, തേർഡ് പാർട്ടിക്കും നിങ്ങൾക്കും ഇടയിൽ. എന്താണ് വേണ്ടത് എന്നൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. പക്ഷെ പലപ്പോഴും ചിന്തയുണ്ട്, നിങ്ങളിലേക്ക് വരണം. അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്, നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഇടയിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് അവർ ആലോചിക്കുന്നു. പക്ഷെ തീർച്ചയായിട്ടും എന്ത് ചെയ്യണമെങ്കിലും അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ മാത്രമാണ് നിങ്ങളിലേക്ക് വരണം, പുതിയൊരു തുടക്കം നിങ്ങളുമായിട്ട് വേണം എന്നാണ് ഇവിടെ ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു ആത്മീയപരമായ ഉണർവിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടാവും, ആത്മീയമായ എനർജിയിലേക്ക്, ആത്മീയതയിലേക്ക്, സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ കടന്നിട്ടുണ്ടാവണം. അവർ അത്രമാത്രം ചിന്തിക്കുന്നില്ല, മനസ്സിലായി, അവർ അത്രമാത്രം ചിന്തിക്കുന്നില്ല. അവർ അവരുടേതായ കാര്യങ്ങളിലേക്ക് മുൻപോട്ട് പോയി, അവർ പല എനർജികളിലും പെട്ടുപോയിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് വിട്ടുമാറിയിരിക്കുന്നു, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വേയിലൂടെ നിങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷെ അവരും ഇപ്പോൾ ആലോചിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു പുതിയ കമ്മിറ്റ്മെന്റിലേക്ക് വരണം. ഇവിടെ ഏസ് ഓഫ് സോഡിന്റെ എനർജി, ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് ഇനിയും വരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് പുതിയതായിട്ടൊരു കമ്മിറ്റ്മെന്റിലേക്ക് വരണം എന്ന് അവർ ഇവിടെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്ന് വീണ്ടും അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവർക്ക് കുറച്ചൊക്കെ ഒരു ഈഗോ ഉണ്ടായിരുന്നു. അത് കാരണം എത്ര പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലും പെട്ടെന്നൊന്നും അവർ തണുത്തു മാറുകയില്ല, പെട്ടെന്നൊന്നും അവർ തിരിച്ചു വരികയില്ല. കുറച്ചു കാലത്തേക്ക് ഈ ഒരു എനർജി നിലനിൽക്കും. എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ പറഞ്ഞ് ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അവർക്ക് ഈഗോ ഉള്ളത് കാരണം, അവർ ഈഗോയിസ്റ്റിക് ആണ് ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തി, അപ്പൊ അതുകൊണ്ട് ചിലപ്പോഴൊക്കെ വിചാരിക്കും നിങ്ങളൊന്ന് സംസാരിച്ച് വരട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ അത് കഴിയുമ്പോഴൊക്കെ കൂടുതലാകുമ്പോഴാണ് കുറച്ച് കാലത്തേക്ക്, ദീർഘകാലത്തെ ഒരു കാലതാമസം ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഇവിടെ വന്നിരിക്കുന്നത് ഇതാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ വീണ്ടും ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അവർ പലപ്പോഴും നിങ്ങളെപ്പറ്റി മാത്രം ചിന്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പലപ്പോഴും നിങ്ങളെപ്പറ്റി ചിന്തിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിറഞ്ഞ സന്തോഷം നിങ്ങളുമായിട്ട് അനുഭവിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് പറ്റിപ്പോയത് എന്ന് അവർ കൂടുതലായിട്ടും ചിന്തിക്കുന്നുണ്ട്. മനസ്സിലായി? അത് വീണ്ടും ഒരു തുടക്കത്തിലേക്ക് വരണം. നിങ്ങൾ മറിച്ച് അവരിൽ നിന്നും കുറച്ച് ദൂരത്തേക്ക് നിങ്ങൾ നീങ്ങിയിരിക്കുന്നതിനാൽ കുറച്ചുകൂടി അവർക്ക് താമസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കുറച്ചുകൂടി അവർ ആക്ഷൻ എടുക്കാൻ താമസിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 9 ഓഫ് കപ്സിന്റെ എനർജി, അതുപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി, ഇത് രണ്ടും സ്നേഹത്തിൻ്റെതായ എനർജിയാണ്, പ്രണയത്തിൻ്റെതായ എനർജിയാണ്, കപ്പ് എനർജി അല്ലേ. അപ്പോൾ ഇത് വീണ്ടും നിങ്ങളിലേക്ക് നല്ല പോലെ ഒരു റൊമാൻറ്റിക് ലവ് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അവരുടെ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഒന്നുകൂടി ചേരാൻ കുറച്ച് കാലതാമസം എടുക്കും. കാരണം അവർ പെട്ടിരിക്കുന്നത് അത്രമാത്രം ഒരു വലിയൊരു ട്രാപ്പിലാണെന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പോലും അവർ നിങ്ങളെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്.
ഉണ്ട്. ഒരു കാലത്ത് അവർ ആഗ്രഹിച്ചിരുന്നതാണ് ഇത്തരം ഒരു ബന്ധം, നിങ്ങളുമായിട്ടുള്ള ഒരു മാര്യേജ്, കുട്ടികൾ ഒക്കെയും അങ്ങനെയൊക്കെയുള്ള ചില എനർജീസിനെ പറ്റി അവർ നേരത്തെ തന്നെ ചിന്തിച്ചിരുന്നതാണ്. പക്ഷെ ഈ ഒരു സമയത്ത് അവർക്കൊന്നിനും കഴിയാതെ പറ്റുന്നു, ഒന്നിനും കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിന് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നത് 4 ഓഫ് കപ്സിന്റെ എനർജി. 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് നല്ല നിരാശാബോധമുണ്ട്. നല്ല നിരാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർക്കിനി ആര് വന്നാലും അവർക്ക് പറ്റില്ല, നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ മാത്രമേ പറ്റൂ, നിങ്ങളുടെ സ്നേഹം മാത്രം മതി അവർക്ക് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എത്രമാത്രം അങ്ങനെയൊക്കെ ശ്രമിച്ചാൽ പോലും ഇടയ്ക്കിടയ്ക്ക് ചില അബദ്ധങ്ങൾ പറ്റാറുണ്ട്. മനുഷ്യനല്ലേ, പറ്റിപ്പോകും. അങ്ങനെ ഒരു അബദ്ധത്തിലേക്ക് അവർക്ക് പോകേണ്ടതായിട്ട് വന്നു. മനസ്സിലായി. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കുറെ താമസം ഉണ്ടാകും. നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് അവർ ഇവിടെ ചിന്തിക്കുന്നത്. കണ്ടില്ലേ, 6 ഓഫ് സോളിന്റെ എനർജിയാണ്. നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവരിവിടെ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്താണ് നിരാശ, അവരിപ്പോൾ കുറെ നിരാശ അനുഭവിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നവർ അവർക്ക് പറ്റുന്നില്ല. അവിടത്തേക്ക് വരണമെന്ന് ചിന്തിച്ചാൽ പോലും ഇപ്പോഴത് പറ്റാത്ത ഒരു സാഹചര്യമാണെന്നാണ് കാണുന്നത്. ഏസ് ഓഫ് വാൻസിന്റെ എനർജി ഉണ്ട്. വീണ്ടും പുതിയ തുടക്കത്തിന് അവർ തയ്യാറാണ്. അവർക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. സ്പോണ്ടേനിയസ് ആൻഡ് ഇന്റൻസ് ലവ് ആണ്. അപ്പോൾ അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് വീണ്ടും പുതിയ തുടക്കത്തിന് വേണ്ടി അവർ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഫോളോയിങ് ഹാർട്ട് ആൻഡ് ഡിസയറിങ് ലവ് ആണ്. അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ലവ് ആണ് നിങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അതിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയാണ് അവരിപ്പോഴും ആഗ്രഹിക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് പറയാനും, ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ പേജ് ഓഫ് കപ്സ് അല്ലേ, നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. നിങ്ങളായിരിക്കാം അവരെക്കാൾ കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് യങ് ആയിട്ടുള്ളത് നിങ്ങളായിരിക്കാം. എങ്ങനെയായാലും ശരി, ഇവിടെ അത്രമാത്രം അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിലേക്കൊരു ലവ് എനർജി വരുന്നുണ്ട് എന്ന് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അവർ നിങ്ങളെ ഉപേക്ഷിക്കാൻ ഒരിക്കലും തയ്യാറാവുന്നില്ല. അങ്ങനെ നിങ്ങളെ അവർ വിട്ടുപോയിരിക്കുന്നതായിട്ട് ഒരു എനർജിയും ഇവിടെ വന്നിട്ടില്ല. പിന്നെ സംഭവിച്ചതൊക്കെ ഇതിനിടയിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് എന്ന് മാത്രമേ ഇവിടെ നമ്മൾ കാണുന്നുള്ളൂ. അവരിപ്പോൾ കണ്ടില്ലേ ഹാങ്ഡ് മാൻ്റെ അവസ്ഥയാണ്. എന്താ ചെയ്യേണ്ടത്, മുന്നോട്ടിനി എങ്ങനെ പോകണം എന്ന് അവർ ഇവിടെ ആലോചിക്കുന്നുണ്ട്. ഹാങ്ഡ് മാൻ്റെ എനർജിയാണ് അവർക്ക് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാകപ്പാടെ ചിന്തിക്കുന്നുണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് വരണം. ഒരു എത്തുംപിടിയും കിട്ടാത്ത ഒരവസ്ഥ എന്ന് നമ്മൾ പറയുന്നില്ല, ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. നിങ്ങളിലേക്ക് വരണമെന്നുമുണ്ട്, വീണ്ടും പുതിയതായിട്ടൊരു ലൈഫ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നൊക്കെ അവരിവിടെ ആലോചിക്കുന്നു. ഒരു പുതിയ വഴി കണ്ടെത്തണം. അതിനായിട്ട് അവർ അവയർനെസ് നേടി ഇനി നിങ്ങളിലേക്ക് വരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അവർക്കൊരു അവയർനെസ് വരും, തീർച്ചയായിട്ടും അവർക്ക് അവയർനെസ് വരും എന്നുള്ളതാണ് പറയുന്നത്. റീബർത്താണ്. കണ്ടില്ലേ, വീണ്ടും ഒരു ജന്മം ഉണ്ടാകും. ഒരു ഡെത്ത് സംഭവിച്ചു, പിന്നെന്താ സംഭവിക്കാൻ പോകുന്നത്, ഒരു റീബർത്താണ്. ഇനിയും നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അത് എത്ര പെട്ടെന്ന് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അതിനൊരു കാലയളവ് നമുക്കിവിടെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട് ഒരു പുതിയ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഒരു സൈക്കിൾ ഇവിടെ എൻഡായി. 10 ആണ് നമ്പർ വന്നിരിക്കുന്നത്, കണ്ടില്ലേ, ഒരു സൈക്കിൾ ഇവിടെ എൻഡായി. ഇനി ഒരു ന്യൂ ബർത്താണ് വരാൻ പോകുന്നത്, ഇനി ഒരു സ്റ്റാർട്ടിങ് വരും. നിങ്ങളുമായിട്ട് വളരെ നല്ല ഒരു ലൈഫിലേക്ക് പോകണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് എത്ര കാലം എടുക്കും എന്ന് നമുക്കിവിടെ പറയാൻ പറ്റില്ല. നമുക്ക് ചില നമ്പേഴ്സ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാവേ. ഇവിടെ സോറാണ്, ആരുമില്ല. ഇടയ്ക്കിടയ്ക്ക് ദുഃഖം അനുഭവിക്കുന്നുണ്ട്, ഒറ്റയായി പോയി എന്നുള്ള ദുഃഖം നിങ്ങളുമായി. കാരണം നല്ല സൗഹൃദത്തിൽ, നല്ല സന്തോഷത്തിൽ, നല്ല ഒരു കണക്ഷൻ ആയിരുന്നു അവർക്ക്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പോഴവർ ദുഃഖം അനുഭവിക്കുന്നു, എനിക്ക് ആരുമില്ലാതെ ആയിപ്പോയി എന്നുള്ള ചില എനർജീസ് കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ലതുപോലെ ദുഃഖമുണ്ട് അവർക്ക് ഇടയ്ക്ക്. അപ്പോ ഈ ഒരു അവസ്ഥയിലാണ് അവരിപ്പോഴെന്ന് കാണുന്നത്. ഈ ഒരു അവസ്ഥയിലൂടെ പോവുകയാണ് അവർ ഇപ്പോൾ എന്നാണ് കാണുന്നത്.
ട്രസ്റ്റാണ്. അവർ നിങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം നിങ്ങളില്ലാതെ, അവരില്ലാതെ നിങ്ങൾക്കൊരു ജീവിതമില്ല എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹത്തിൽ അവർക്ക് വിശ്വാസമാണ്. നിങ്ങൾ അവരെ നന്നായി സ്നേഹിച്ചിരുന്നു എന്നൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു ട്രസ്റ്റിലൂടെ, ആ ഒരു വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. ആ ഒരു വിശ്വാസം എപ്പോഴും അവരുടെ ഉള്ളിലുണ്ട്. ഇനി ഇടയ്ക്ക് ഇനി എന്തൊക്കെ സംഭവിച്ചാലും, എത്ര തേർഡ് പാർട്ടികൾ വന്നാലും, അവരുടെ ചില ബന്ധുക്കളാവാം, തേർഡ് പാർട്ടി എന്ന് നമ്മൾ പറയുമ്പോൾ ചില സാമ്പത്തികമാകാം, അവരുടെ ബന്ധുക്കളാവാം, ആരുമാകാം, അല്ലെ ചില ബിസിനസ്സിലുള്ള തിരക്കുകളാവാം, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാവാം. പക്ഷെ അവിടെ നിന്നും ഇങ്ങോട്ടൊന്ന് രക്ഷപ്പെട്ടു വരണമെങ്കിൽ ഇനി ഇവിടെ ഒത്തിരി ഒന്ന് താമസമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവർ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. ഉപേക്ഷിച്ച് പോകുന്ന ഒരു എനർജി ഇവിടെ വന്നിട്ടുമില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങളെ അവർ എന്തൊക്കെ ആയി കഴിഞ്ഞാലും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റും. നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നൊരു പരിപൂർണമായ വിശ്വാസം അവർക്കുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടത്. ട്രാൻസ്ഫോർമേഷനാണ്. സ്നേഹത്തിലൊരു മാറ്റം കൊണ്ടുവരും. ഇനിയും ഈ സ്നേഹത്തിലൊരു മാറ്റം വരാൻ പോകുന്നു. നല്ലൊരു മാറ്റം നിങ്ങൾക്ക് തമ്മിൽ വരാൻ പോകുന്നു, നിങ്ങളുടെ സ്വഭാവത്തിലും അവരുടെ സ്വഭാവത്തിലും. കാരണം പറ്റിപ്പോയ അബദ്ധങ്ങളെയെല്ലാം വീണ്ടും പറഞ്ഞുകൊണ്ട് നല്ലൊരു മാറ്റത്തിലേക്ക് വരാനാണ് ഇനിയും നോക്കുന്നത്. ഇനിയും അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. ഇവിടെ റൈറ്റ്നെസ് ആണ്. കാരണം ആഗ്രഹ സഫലീകരണം നടക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും പുതിയ സന്തോഷത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. റൈറ്റ്നെസ് ആണ്. കണ്ടില്ലേ? നമുക്കിവിടെ വന്നിരിക്കുന്നത് നമ്പർ 9 വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ 8 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്. 10 എന്ന് പറയുമ്പോൾ 1 ആണ് നമ്പർ. അപ്പോൾ ചിലപ്പോൾ 1 മാസം 9 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, അങ്ങനെയൊക്കെ 3 ആഴ്ചകൾ കാണാം. മനസ്സിലായി? അങ്ങനെയൊക്കെ ചില സമയങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിന് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുക്കാവേ. ലെറ്റർ ഇ, ലെറ്റർ എഫ്, നമ്പർ 1, മെയ് മന്ത്, ലെറ്റർ കെ, ലെറ്റർ എൽ, മലപ്പുറം, ജനുവരി മന്ത് വരുന്നുണ്ടല്ലോ, അപ്പൊ അടുത്ത മാസം. ജൂലൈ, കാസർഗോഡ്, ജൂൺ മന്ത്, നമ്പർ 4, സാജിറ്റേറിയസ്, ധനുമാസം, മൂലം, പൂരാടം, ഉത്രാടം, കാൽ, നമ്പർ 6, കാപ്രിക്കോൺ, മകരമാസം, ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര, കോഴിക്കോട്, ടി, ലെറ്റർ യു, ലെറ്റർ എം, ലെറ്റർ എൻ, ലെറ്റർ ജി, ലെറ്റർ എച്ച്. ഒരു ഇതും കൂടെ എടുക്കാവേ. ലിബ്ര, തുലാമാസം വന്നിട്ടുണ്ട്, ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന ക്ലൂസ്. അപ്പോൾ ഈ റീഡിങ് എത്ര പേർക്ക് റെസണേറ്റ് ആയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളിവിടെ വന്നിരിക്കുന്ന ക്ലൂസിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു, വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിലെ എനർജിയാണ് നമ്മളിവിടെ റീഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ. അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ, നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ.